ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് നമ്മൾ തൃശ്ശൂർ പൂരം ഇങ്ങനെ അടുത്തടുത്ത് വരുമല്ലോ, അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷൻസ് ആണ് എല്ലായിടത്തും. നമ്മൾ കഴിഞ്ഞ വട്ടം എക്സിബിഷൻ്റെ വ്ളോഗ് ഇട്ടുണ്ടായിരുന്നു കേട്ടോ. അതാ ഇപ്പോൾ വന്നപ്പോൾ ഭയങ്കര തിരക്കായി ഇവിടെ. അതിൽ കമൻസിൽ ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു ടിക്കറ്റിൻ്റെ ചാർജ് കുഴപ്പമില്ല, പാർക്കിംഗ് ചാർജ് ആയിരുന്നു കൂടുതലെന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ബസ് എവിടെയാണ് ഇറങ്ങാന്നുള്ളത്. ഇതാണ് നമ്മുടെ പാർമേക്കാവ്. പാർമേക്കാവിൻ്റെ തൊട്ടടുത്തായിട്ട് നമുക്ക് ബസ് സ്റ്റോപ്പ് ഉണ്ട് കേട്ടോ, പ്രൈവറ്റ് ബസ്. അവിടെ നിങ്ങൾ ഇറങ്ങിയിട്ട് നേരെ ഇങ്ങോട്ട് പോകുന്നോളൂ, ഓട്ടോ ഒന്നും വിളിക്കണ്ട. ഇനി KSRTCയിലാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ വടക്കേ സ്റ്റാൻഡ് ശക്തലിലോ ഇറങ്ങിയിട്ട് ഓട്ടോ വിളിക്കുക, അല്ലെങ്കിൽ പിന്നെ ഒരു 5-10 മിനിറ്റുള്ള നടക്കൽ മാത്രമുള്ള. ഏപ്രിൽ 30 കൊടിയേറ്റം, മെയ് 4 സാമ്പിൾ വെടിക്കെട്ട്, മെയ് 5 പൂര വിളംബരം, മെയ് 6 ആണ് നമ്മുടെ തൃശ്ശൂർ പൂരം. അപ്പം നിങ്ങൾ ഈ ഡേറ്റുകൾ ഒന്നും മറക്കരുത്, സേവ് ചെയ്ത് വെച്ചോട്ടോ. ഇതിനെല്ലാവരും നിങ്ങൾ വരണം കേട്ടോ. ഇതെല്ലാം കഴിഞ്ഞിട്ട് നിങ്ങൾ ചാടി ഓടി പോകരുത് കേട്ടോ. നമ്മുടെ മെയ് 7 പുലർച്ചെ വെടിക്കെട്ടാണ് 4 മണിക്ക്. അപ്പം അതും കൂടി കഴിഞ്ഞിട്ട് ഉഷാറായിട്ട് നമുക്ക് തൃശ്ശൂരിൽ നിന്ന് മടങ്ങാം. പന്തലുകളൊക്കെ ഇങ്ങനെ പണിത് തുടങ്ങിയിട്ടോ. അപ്പം നമുക്ക് അതിൻ്റെ പ്രിപ്പറേഷൻസ് കാര്യങ്ങൾ എവിടെ വരെയായി പന്തൽ പണി എന്നൊക്കെ പോയി നോക്കിയിട്ട് വരാം. അപ്പം അതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പം ബൈയോ. ഇത് നമ്മൾ കഴിഞ്ഞ വട്ടം എക്സിബിഷനിൽ കയറിയപ്പോഴുള്ള വിഷ്വൽസ് ഒക്കെ ആട്ടോ. നമ്മൾ നേരത്തെ കയറിയോണ്ട് ഇന്ന് കാണുന്ന അത്ര തിരക്കൊന്നുമില്ല. അപ്പോൾ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എക്സിബിഷൻ്റെ ടൈമിങ് എപ്പോഴാണ്. രാവിലെ 10 മണി തൊട്ട് വൈകുന്നേരം 10 മണി വരെയാണ് ഇവിടെ ഓപ്പൺ ആയിട്ട് ഇരിക്കുന്നത് കേട്ടോ. പിന്നെ ഏതാണ്ട് പൂരം കഴിഞ്ഞ്, അതായത് മെയ് 6 കഴിഞ്ഞ് ഒരു 1-2 ആഴ്ച വരെ മാക്സിമം നിൽക്കാറുള്ളൂ. പക്ഷെ അത്രയ്ക്ക് വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യണ്ട കേട്ടോ. നേരെ പോന്നോ ഇങ്ങോട്ട് സമയം പോണത് അറിയേയില്ല. ഇപ്രാവശ്യം ഞാൻ വെറൈറ്റി കുറെ സാധനങ്ങളൊക്കെ എക്സിബിഷനിൽ കണ്ടിട്ടുണ്ട് കേട്ടോ. അതിന്റെ ഫുൾ വ്ളോഗ് ഈ വീഡിയോയുടെ അവസാനം കൊടുക്കാവേ. അപ്പൊ കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും കണ്ടു നോക്കും. ഇവിടെ എക്സിബിഷന് കയറുമ്പോൾ ഇതിൽ ഏറ്റവും ഇഷ്ടമുള്ള ഭാഗം വേറെ ഒന്നുമല്ല, ഫുഡിന്റെ ആട്ടോ. ചിപ്സ് ഒക്കെ വെറുതെ നമ്മൾ അടുത്തേക്കൂടെ പോകുമ്പോൾ തന്നെ അവര് ചെറുതായിട്ട് ടേസ്റ്റ് ചെയ്യാനൊക്കെ തരും. അതിന് പ്രത്യേകിച്ച് പൈസ ഒന്നും കൊടുക്കാത്തതുകൊണ്ട് എനിക്ക് ഭയങ്കര ഉത്സാഹമാണ്. ചിലപ്പോൾ മേടിക്കും, പക്ഷെ എല്ലായ്പ്പോഴും മേടിച്ചു എന്നൊന്നും വരുമൊന്നുമില്ല. അപ്പൊ ഇങ്ങനെയൊക്കെ ടേസ്റ്റ് ചെയ്യണ്ടേ. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്റ്റോൾ ഏതാണെന്ന് ജസ്റ്റ് കമന്റ് ചെയ്യണേ. എന്നെ പോലെ അതന്നെയാണോന്ന് അറിയാനാട്ടോ. ഇവിടെ വരുമ്പോൾ ഈ കാണുന്ന മസ്കോത്ത് ഹൽവ നിങ്ങൾ ചോദിച്ച് വായിച്ച് ട്രൈ ചെയ്യണേ. പിന്നെ നമ്മൾ നേരെ എക്സിബിഷന്റെ പുറത്തോട്ട് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് പോയി. ഇവിടെ കുറെ ബലൂൺസും മറ്റേ കാറ്റാടി പോലത്തെ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പാർമേക്കാവിന്റെ പന്തല് അങ്ങനെ വന്നു തുടങ്ങിയിട്ടില്ല കേട്ടോ. ചെറിയൊരു ലൈറ്റ് സൈഡിൽ മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഫ്രണ്ടിൽ കൂടുതൽ ഡെക്കറേഷൻ ഒന്നും ആയിട്ടില്ല. തൊട്ട് താഴെ തന്നെ ഇഷ്ടം പോലെ കമ്മലുകൾ ഇരിക്കുന്നുണ്ടായിരുന്നു. കമ്മല്, മാല, വള ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും ഫുൾ സ്റ്റോപ്പ് ഇടാറുണ്ട്, ഒന്ന് നോക്കാറുണ്ട്. കാരണം ഇത്തരം സാഹചര്യങ്ങൾ മാത്രമേ ഈ നോർത്ത് കൊണ്ടുവരുള്ളൂ കേട്ടോ. പിന്നെ അവിടെയാണെങ്കിൽ റേറ്റും കുറവാണ്. ഈ കാണുന്നതാണ് പാർക്കിംഗ്. 40 രൂപ എക്സിബിഷന്റെ ടിക്കറ്റും 50 രൂപ പാർക്കിംഗ് ചാർജ് മാത്രമേ എനിക്ക് ഇത്തിരി വിഷമമായിട്ട് തോന്നിയുള്ളൂ. വടക്കുന്നാഥന്റെ മുന്നിൽ കുറച്ച് പന്തൽ പണികളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. കെട്ടി വെച്ചേക്കാണ് അവിടെ. അപ്പൊ അത് കാരണം ഞാൻ അതിന്റെ അടുത്തോട്ടൊന്നും പോവാൻ നിന്നില്ല. പിന്നെ നല്ല തിരക്കും ഉണ്ടായിരുന്നു ആ ഭാഗത്തോട്ടൊക്കെ. ഈ ഒരു ഈവനിങ് ടൈം വരികയാണെങ്കിൽ തിരക്ക് ഇങ്ങനെ കൂടി നിൽക്കുന്ന സമയമാട്ടോ. ഇവിടെ വന്നിട്ട് ഈ ആലിന് ചോട്ടിൽ ഇരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യം. സമയം നമ്മുടെ പൂരം സമയത്ത് പൂരം സ്പെഷ്യൽ ആയിട്ട് വേറെ ഒരു എൻട്രി എക്സിറ്റ് വഴി ഇവിടെ വെച്ചിട്ടുണ്ടാവും. കുറച്ചങ്ങോട്ട് നടന്നപ്പോൾ ക്യാമറക്കാർക്ക് നിൽക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റേജും ആ പൊക്കത്തിൽ കെട്ടിയിരിക്കണ സ്ഥലങ്ങളൊക്കെ കെട്ടിപ്പൊങ്ങി വരുന്നതേ ഉള്ളൂ. പിന്നെ നേരെ എത്തി തെക്കേ ഗോപുര നടയിലോട്ട് കേട്ടോ. ഇവിടെ വന്ന് ഇരിക്കാത്ത വല്ല തൃശ്ശൂർക്കാരുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര സംശയമാട്ടോ. ഇപ്പൊ കാണുമ്പോ ഭയങ്കര ശാന്തിയും സമാധാനം ഒക്കെയാണ്. പക്ഷെ കുടമാറ്റത്തിന്റെ സമയത്ത് തിരുവമ്പാടിയും പാർമേക്കാവും തമ്മിലുള്ള ഒരു മത്സരം ഉണ്ടല്ലോ. ആ മത്സരത്തിന്റെ ഇടയിൽ നമുക്ക് കാല് വെക്കാൻ കിട്ടിയ ഭാഗ്യം എന്ന് പറഞ്ഞ പോലെയാണ്. ഇവിടെ ഫുൾ ആൾക്കാർ വന്ന് നിറഞ്ഞ് പൂരം അങ്ങ് പൊടിക്കിട്ടോ. വെറുതെ ആണോ പൂരങ്ങളുടെ രാജാവ് എന്ന് വിശേഷിപ്പിക്കുന്നത്? വേൾഡ് വൈഡ് അല്ലേ ആൾക്കാർ വരുന്നത്. ഇവിടുന്ന് നേരെ നമ്മള് പന്തൽപ്പണിയുടെ വിശേഷങ്ങളിലേക്ക് എത്തി നോക്കാൻ വേണ്ടി നടന്നു പോയിട്ടോ. ഈ റൗണ്ട് നടന്ന് കാണുമ്പോഴേക്കും നമ്മളൊരു വിധാവൂട്ടോ. ഈ കാണുന്നത് നമ്മുടെ പാർമേക്കാവിന്റെ പന്തലാട്ടോ. പന്തൽപ്പണിയൊക്കെ പടപടാന്ന് ആവുന്നുണ്ട്. ഇപ്പോഴും ചേട്ടന്മാരെല്ലാവരും വർക്ക് ചെയ്യാട്ടോ. നൈറ്റ് ഇപ്പൊ സമയം ഇതൊരു 7 മണിയൊക്കെ ആയിട്ടുണ്ടാവും. ഇരുട്ടായി തുടങ്ങി. നല്ല ദാഹമുള്ളതുകൊണ്ട് ഒരു കുപ്പി വെള്ളം ഞാൻ മേടിച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അപ്പുറത്തെ പന്തൽ കാണാൻ പോകട്ടോ. വാ. ഇത് നമ്മുടെ തിരുവമ്പാടിയുടെ പന്തലാട്ടോ. പണിത് വരുന്നുണ്ട്. നേരത്തെ കണ്ടതിനേക്കാൾ കുറച്ചും കൂടി അധികം ഇവിടെയാണ് പണി കൂടുതലായിട്ട് നടന്നിട്ടുള്ളതെന്ന് എനിക്ക് തോന്നണേ. ഇതിന്റെ എല്ലാം പണി കഴിഞ്ഞിട്ട് എങ്ങനെ ഉണ്ടാവും നമുക്ക് എന്തായാലും കാണണം കേട്ടോ. ഇവിടെ പോലീസുകാർ ബാരിക്കേഡൊക്കെ വെച്ചിട്ടുണ്ട്. തൊട്ടപ്പുറത്ത് ട്രാഫിക് ലൈറ്റ്സ് ഒക്കെ ഇപ്പൊ സിഗ്നലിന്റെ അവിടെ ഓഫാട്ടോ. പന്തൽ പണി കാരണം
അധികം തിരക്കൊക്കെ ആവണ്ടല്ലോ എന്ന് വെച്ചിട്ട് വാഹനങ്ങൾക്ക് കടന്നു പോകാൻ വേണ്ടിയിട്ട്. ഇനി ലാസ്റ്റ് നമ്മുടെ തിരുവമ്പാടിയുടെ പന്തലും കൂടി കണ്ടു കഴിഞ്ഞാൽ സമാധാനായിട്ടോ. ഇതാണ് നമ്മുടെ തിരുവമ്പാടിയുടെ പണി കഴിയാത്ത പന്തല്. രാത്രിയായതുകൊണ്ട് അത്രയും ക്ലിയർ അല്ല കേട്ടോ ഗൈസ്. എന്നാലും ഒരു വിധത്തിലൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവില്ല. അപ്പൊ ഇനി പന്തൽ പണി കഴിയണ വരെ നമുക്ക് കാത്തിരിക്കാട്ടോ. അപ്പൊ നിങ്ങൾ എവിടെയാണെങ്കിലും എല്ലാവരും വന്ന് കാണണം കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞ ഡേറ്റുകളൊന്നും മറക്കണ്ട, താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഗൈസ്. അപ്പൊ ഇപ്പൊ നമ്മൾ വട്ടടിച്ച് എല്ലാം കണ്ടിട്ടുണ്ട്. എക്സിബിഷന്റെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ നമ്മൾ ഇതേ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ അത് കാണുക. അപ്പൊ എല്ലാവരും തൃശ്ശൂർ പൂരത്തിന് വരണം, നേരത്തെ വരണം. അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ.